ബാർ കോഴയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് LDF ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. LDF കൺവീനർ വൈക്കം വിശ്വനാണ് ഹർജി നൽകിയിരിക്കുന്നത്. അതേസമയം ബാർ കോഴ കേസിൽ ബാർ ഉടമകൾ സഹകരിക്കുന്നില്ലെന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ വിശദീകരണ പത്രിക നൽകി. ബാർ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് മന്ത്രി KM മാണിക്ക് 1 കോടി രൂപ കോഴ നൽകിയെന്ന് വെളിപ്പെടുത്തിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താതെ 45 ദിവസത്തെ പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ നടപടി സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് LDF കൺവീനർ വൈക്കം വിശ്വൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിജിലൻസ് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടും KM മാണി നിരപരാധിയാണെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയെന്നും 45 ദിവസത്തെ പ്രാഥമികാന്വേഷണം നടത്തുന്നത് പരാതി ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മന്ത്രിയുടെ കീഴുദ്യോഗസ്ഥൻ തന്നെ അന്വേഷണം നടത്തുന്നത് അന്വേഷണം അട്ടിമറിക്കാനാണ്. അതിനാൽ അന്വേഷണം നിഷ്പക്ഷനായ ഉദ്യോഗസ്ഥരുടെ സംഘത്തെ ഏൽപ്പിക്കണമെന്നും കാലാനുസൃതമായ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കണമെന്നും അന്വേഷണത്തിന് കോടതി മേൽനോട്ടം വഹിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പീപ്പിൾ TV സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തുകൊണ്ടുവന്ന പെട്രോൾ പമ്പ് കുംഭകോണവും അന്വേഷണത്തിന് വിധേയമാകണം. ഓൾ കേരള പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ മന്ത്രി മാണിക്ക് 3 ലക്ഷം രൂപ കൈക്കൂലി നൽകിയ സംഭവത്തെക്കുറിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ഇത് കുറ്റവാളികളെ രക്ഷിക്കാനുള്ള നടപടിയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ബാർ ഉടമകൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഹൈക്കോടതിയിൽ വിശദീകരണ പത്രിക സമർപ്പിച്ചു. ബാർ കോഴ കേസിൽ പ്രധാന സാക്ഷികൾ മൊഴി നൽകാത്തതിനാൽ അന്വേഷണത്തിൽ കാലതാമസമുണ്ടാകുന്നുവെന്നും വിജിലൻസ് നൽകിയ വിശദീകരണ പത്രികയിൽ പറയുന്നു. ഭാരവാഹികൾ 1 മാസത്തെ സാവകാശം തേടിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണം ഉടൻ പൂർത്തിയാക്കി വിജിലൻസ് SP മുഖേന ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് DYSP കോടതിയിൽ സമർപ്പിച്ച വിശദീകരണ പത്രികയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം ബാർ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാൽ പ്രക്ഷുബ്ധമായി. ബാർ കോഴ കേസിൽ പീപ്പിൾ വാർത്ത ഉൾപ്പെടെയുള്ള കൂടുതൽ തെളിവുകളുമായി പ്രതിപക്ഷം ഇന്ന് സഭയിലെത്തി. ഏപ്രിൽ 2-ന് ബാർ ഉടമ ബിജു രമേശിന്റെ കാറിൽ KM മാണിയുടെ വീട്ടിലെത്തിയാണ് പണം കൈമാറിയതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷം മദ്യലോബിയുമായി ചേർന്ന് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു KM മാണിയുടെ മറുപടി. എന്നാൽ മാണിക്കെതിരായ ആരോപണങ്ങൾ നിയമസഭയിൽ കത്തിക്കയറിയപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൗനം ശ്രദ്ധേയമായിരുന്നു. അടച്ചിട്ട ബാറുകളുടെ ലൈസൻസ് പുതുക്കാൻ KM മാണിക്ക് കോഴ നൽകിയെന്ന് ബിജു രമേശ് പീപ്പിൾ TVയിൽ നടത്തിയ വെളിപ്പെടുത്തൽ നിയമസഭയിലേക്കും നീളുകയാണ്. മാണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് ആദ്യ ദിനം പ്രതിപക്ഷം നിയമസഭയിലെത്തിയത്. കോഴ കൈപ്പറ്റിയ വിവരവും സാഹചര്യവും വിശ്വസനീയമായ തെളിവുകളോടെ പുറത്തുവന്ന സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് അടിയന്തര പ്രമേയത്തിലൂടെ കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മാണിക്ക് കോഴ നൽകിയവരുടെ മൊബൈൽ ഫോൺ വിശദാംശങ്ങളോ ബാർ ഉടമകളുടെ രജിസ്റ്ററോ വിജിലൻസ് പരിശോധിച്ചില്ലെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. വീഡിയോ CD ഉൾപ്പെടെയുള്ള തെളിവുകൾ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ തയ്യാറാണെന്നും കോടിയേരി പറഞ്ഞു. ആ പിരിച്ചതിൻ്റെ റെക്കോർഡ് ഈ ബാർ ഉടമസ്ഥന്മാരുടെ അസോസിയേഷൻ്റെ രജിസ്റ്ററിൽ ഉണ്ടാവും. ആ രജിസ്റ്റർ ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യാൻ ഇതുവരെ വിജിലൻസ് തയ്യാറായിട്ടില്ല. ഈ ബന്ധപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ട് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ഈ പണം കൊടുത്തു എന്ന് പറയുന്ന വ്യക്തികൾ ബാങ്കിൽ നിന്ന് പണമെടുത്തുട്ടാണോ ഇത് കൊടുത്തത്? അത് സംബന്ധിച്ചൊരു പരിശോധന സാധാരണഗതിയിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടത്തേണ്ടതാണ്. അവരുടെ ഒരാളുടെയും ബാങ്ക് അക്കൗണ്ട് ഇതുവരെ പരിശോധിക്കാൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ തയ്യാറായിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിൽ വിജിലൻസ് ആരെയും കുറ്റവിമുക്തരാക്കിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. കോഴ വാങ്ങുന്നത് പാരമ്പര്യമല്ലെന്നായിരുന്നു മാണിയുടെ മറുപടി. ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ്. ഞാനോ എൻ്റെ പാർട്ടിയോ ആരോടെങ്കിലും രൂപ ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ല. അതെവിടെയും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മറുപടികൾ തൃപ്തികരമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ചൂണ്ടിക്കാട്ടി. പിന്നീട് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു. അടിയന്തര പ്രമേയത്തിന് സഭയിലുണ്ടായിട്ടും മറുപടി നൽകാതിരുന്ന മുഖ്യമന്ത്രിയുടെ ഒഴിഞ്ഞുമാറ്റവും വിമർശന വിധേയമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഡിസംബർ 8 മുതൽ 14 വരെ ഇടത് പാർട്ടികളുടെ സംയുക്ത പ്രക്ഷോഭം നടത്താൻ LDF യോഗത്തിൽ തീരുമാനം. ജില്ലാ കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങൾ, 15-ന് നിയമസഭാ മാർച്ച് എന്നിവയും നടക്കും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ബാർ ഉടമകളിൽ നിന്നും കോഴ വാങ്ങിയ KM മാണി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രി KM മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിസംബർ 15-ന് നിയമസഭാ മാർച്ച് നടത്താൻ LDF യോഗം തീരുമാനിച്ചു. ബിജു രമേശ് അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന വസ്തുതാ വിരുദ്ധമാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. അതല്ല എങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരെ നടപടിയെടുക്കണം.
ധനകാര്യ വകുപ്പ് അതിനനുസരിച്ച് നിൽക്കുന്നില്ല എങ്കിൽ ധനകാര്യ മന്ത്രിയെ മുഖ്യമന്ത്രി പുറത്താക്കണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മുല്ലപ്പെരിയാർ കേസ് നടത്തുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച കാട്ടി. സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും കാണണമെന്ന് സർവകക്ഷി യോഗത്തിൽ നിർദ്ദേശം ഉയർന്നിരുന്നു. എന്നാൽ BJP പിന്തുണച്ചില്ല. ഈ സാഹചര്യത്തിൽ BJPയെ മാറ്റി നിർത്തി സർവകക്ഷി സംഘം ദില്ലിയിൽ പോകണമെന്ന് LDF യോഗം ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ ഒരു സംഘത്തിൽ പോവേണ്ടതില്ല. പോകുകയാണെങ്കിൽ അതിൽ BJP സഹകരിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. അവരെ കൂടാതെ തന്നെ സർവകക്ഷി സംഘം ഡൽഹി പോകുന്നതിനുള്ള നടപടികൾ അടിയന്തിരമായി നീക്കണം. തർക്കം പരിഹരിച്ച ശേഷം കേരള കോൺഗ്രസ് നേതാക്കൾ LDF യോഗത്തിൽ പങ്കെടുക്കും. കേരള കോൺഗ്രസ് നേതാക്കൾ 2 ഗ്രൂപ്പായാണ് LDF യോഗത്തിനെത്തിയത്. 2 ഗ്രൂപ്പുകളോടും തർക്കം പരിഹരിച്ച് യോഗത്തിനെത്താൻ LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇന്നത്തെ യോഗത്തിൽ കേരള കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സർക്കാർ പാർലമെന്ററി മര്യാദകൾ ലംഘിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. അഴിമതിയുടെ കാര്യത്തിൽ മന്ത്രിമാർ പരസ്പരം പുറംചൊരിയുന്നു എന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് DYFIയുടെ നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. കീഴ്വഴക്കവും മര്യാദയും ഒക്കെ അനുസരിച്ച് ഇത്തരമൊരു ആരോപണം ഗൗരവമായി ഉയർന്നു വന്നാൽ ബന്ധപ്പെട്ട മന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടണം. ഇവിടെ അഴിമതിയുടെ കാര്യത്തിൽ പരസ്പരം പുറംചൊറിയുന്ന മന്ത്രിമാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. സർവകലാശാല 3ാം ഭേദഗതി ബിൽ പ്രതിപക്ഷം കീറിയെറിഞ്ഞ് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടെ സർക്കാർ വിവാദമായ ബില്ല് പാസാക്കി. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ലിബിയയിൽ കൂടുതൽ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി വെളിപ്പെടുത്തൽ. മുഴുവൻ മലയാളികളെയും നാട്ടിലെത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. സർക്കാർ അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നും കുടുങ്ങിക്കിടക്കുന്നവർ പറയുന്നു. ആഭ്യന്തര യുദ്ധം രൂക്ഷമായി തുടരുന്ന ലിബിയയിൽ കുടുങ്ങിക്കിടക്കുന്ന 25 മലയാളികളെ നാട്ടിലെത്തിക്കാൻ സർക്കാർ നടപടിയെടുക്കുന്നുവെന്നറിഞ്ഞാണ് കൂടുതൽ മലയാളികൾ ഇവിടെയുണ്ടെന്നും അവരെ കൂടി രക്ഷപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ച് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. പാലക്കാട് സ്വദേശി പ്രമോജടക്കം 6 മലയാളികൾ ബെൻഗാസിയിലെ ആശുപത്രിയിൽ 1.5 മാസമായി കുടുങ്ങിക്കിടക്കുകയാണ്. മുഖ്യമന്ത്രിക്കും നോർക്ക അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടി വൈകുകയാണെന്ന് കോട്ടയം സ്വദേശിനിയായ ജിജി പറയുന്നു. 15 മുതലാണ് ബംഗാസിയിലെ വാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ കണ്ടീഷൻ വളരെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൺഷോട്ട്സും ബോംബ് ബ്ലാസ്റ്റും കാരണം ഞങ്ങൾക്ക് ആർക്കും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഇതെല്ലാം കാണിച്ച് ഞങ്ങൾ നോർക്ക CMIക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ എംബസിയിലും എല്ലാം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനൊരു ആക്ഷൻ ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. ഇപ്പം ന്യൂസിലും എല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത് ആകെ 25 പേരുടെ പേര് മാത്രമേ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അവരിവിടുന്ന് ഇവാക്വേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന 25 പേരെയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. പക്ഷേ നാട്ടിലോട്ട് പോകാൻ ആഗ്രഹിച്ച് ഇവിടുത്തെ ഈ കറണ്ട് സിറ്റുവേഷനിൽ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ച് അധികം ആൾക്കാർ ഇവിടെയുണ്ട്. അജിതാബയിലും അതുപോലെ പല സ്ഥലങ്ങളിലുമായിട്ടും ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവരെ ആരെയും ഞങ്ങൾക്ക് ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് 25 പേരല്ല, ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടുന്ന് പോകാനായിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ശക്തമായ ബോംബിങ്ങും അക്രമവും നടക്കുന്നതിനാൽ വൈദ്യുതി, വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലാണ്. ഇന്റർനെറ്റ് വഴിയാണ് നാട്ടിലേക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത്. തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണിവർ മുന്നോട്ട് വെക്കുന്നത്. AK ലതീഷ്, പാലക്കാട്. ഇന്ത്യയിലെ വിശ്വാസ്യതയാർന്ന പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ കല്യാൺ ജുവലേഴ്സ് കേരളത്തിൽ 5 ഷോറൂമുകൾ തുറന്നു. ആറ്റിങ്ങൽ, അടൂർ, തൊടുപുഴ, ആലപ്പുഴ, അങ്കമാലി എന്നിവിടങ്ങളിലാണ് പുതിയ ഷോറൂമുകൾ. ബ്രാൻഡ് അംബാസഡർ ഐശ്വര്യ റോയ് ബച്ചൻ, നടി മഞ്ജു വാര്യർ, തമിഴ്നടൻ പ്രഭു എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരു നാൾ 5 ഷോറൂമുകൾ തുറന്നാണ് കല്യാൺ ജുവലേഴ്സ് ചരിത്രമെഴുതിയത്. ഉദ്ഘാടകരായി ബോളിവുഡ് സുന്ദരി ഐശ്വര്യ റായ് ബച്ചനൊപ്പം ഇളയ തിലകം പ്രഭുവും മലയാളത്തിന്റെ സ്വന്തം മഞ്ജു വാര്യരും. താരങ്ങളെ കാണാൻ മാത്രം ആയിരങ്ങളാണ് ഓരോ വേദിയിലും തടിച്ചുകൂടിയത്. ആറ്റിങ്ങൽ, അടൂർ, തൊടുപുഴ, ആലപ്പുഴ, അങ്കമാലി എന്നിവിടങ്ങളിലായി ആരംഭിച്ച ഷോറൂമുകൾ വലിപ്പത്തിലും സ്റ്റോക്കിലും വ്യത്യസ്തത പുലർത്തുന്നതും മികച്ചതുമാണെന്നാണ് കല്യാണിന്റെ വാദം. രാവിലെ 10:30 ആറ്റിങ്ങലിൽ ആദ്യ ഷോറൂം മഞ്ജു വാര്യരും പ്രഭുവും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. 11:30 അടൂരും 12:45 തൊടുപുഴ ഷോറൂമും ഉദ്ഘാടനം. 3:15 ആലപ്പുഴയിലെ ഉദ്ഘാടനത്തിന് മുൻ വിശ്വസുന്ദരി ഐശ്വര്യ റായ് ബച്ചനും ചേർന്നു. 4:30 അങ്കമാലി ഷോറൂമും മൂവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തതോടെ കല്യാൺ ചരിത്രം കുറിച്ചു. For making me a part of yours so wonderfully and giving us such wonderful experiences across this wonderful state today. Congratulations.
800 കോടിയുടെ വികസന പദ്ധതികളുടെ ഭാഗമാണ് 5 ഷോറൂമുകളെന്ന് മാനേജിംഗ് ഡയറക്ടറുമായ രാജേഷ് കല്യാണരാമനും രമേശ് കല്യാണരാമനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശബരിമല തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ അറിയിച്ചു. പരമ്പരാഗത കാനനപാതയിലൂടെ സഞ്ചരിച്ച് സന്നിധാനത്തെത്തിയ കളക്ടർ സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തി. ശബരിമല സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക പദവി പുനഃസ്ഥാപിക്കാൻ ഇടപെടൽ നടത്തുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. തീർത്ഥാടനം ആരംഭിച്ചതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഹരികിഷോർ സന്നിധാനത്തെത്തുന്നത്. പരമ്പരാഗത പാതയിലൂടെ വരുന്ന അയ്യപ്പ ഭക്തരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പുല്ലുമേട്, ഉരൽക്കുഴി, പാണ്ടിത്താവളം വഴിയാണ് കളക്ടർ സന്നിധാനത്തെത്തിയത്. കാനനപാതയിൽ വെളിച്ചം, കുടിവെള്ളം, മെഡിക്കൽ സൗകര്യം, മൊബൈൽ കവറേജ് തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണാൻ കളക്ടർ നിർദ്ദേശിച്ചു. തീർത്ഥാടന കാലത്ത് ജില്ലാ ഭരണകൂടം നിശ്ചയിക്കുന്ന വിലയിൽ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകണമെന്ന ഉത്തരവിനെതിരെ പത്തനംതിട്ടയിലെ ഹോട്ടലുടമകൾ നൽകിയ ഹർജിയിൽ താൽക്കാലിക സ്റ്റേ വന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ഉടനടി കാര്യകാരണങ്ങൾ ബോധിപ്പിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. KHRA നിശ്ചയിച്ച വില തന്നെ പമ്പയിലും സന്നിധാനത്തുമല്ലാതെ പരാതിയിൽ ഉൾപ്പെട്ട 11 ഹോട്ടലുകളിലും KHRAയുടെ എല്ലാ ഹോട്ടലുകളിലും കളക്ടർ നിശ്ചയിച്ച വില വെച്ചില്ലെങ്കിലും നടപടി എടുക്കരുത് എന്നാണ് ഹൈക്കോടതിയുടെ ഇൻട്രം വിധി. ഈ വിധിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് ഉടനെ തന്നെ കൊടുക്കുന്നതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളുടെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ നടപടിയിൽ പരാതി ലഭിച്ചാൽ ജില്ലാ ഭരണകൂടത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇടപെടൽ നടത്തുമെന്നും കളക്ടർ അറിയിച്ചു. ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് തീർച്ചയായും ജില്ലാ ഭരണകൂടം എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് KSRTC MDയുമായി ഈ കാര്യം ടേക്കപ്പ് ചെയ്യും. വിജയ് മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, സന്നിധാനം. പ്രിയദർശനും ലിസിയും വിവാഹമോചനത്തിനൊരുങ്ങുന്നു. കാൽനൂറ്റാണ്ട് കാലത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാനായി ഇരുവരും ചെന്നൈ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. വേർപിരിയലുകളും കൂടിച്ചേരലുകളും ഏറെ കണ്ടു ശീലിച്ച മലയാളികൾക്ക് മുന്നിൽ ഒരു താരദാമ്പത്യം കൂടി വഴിപിരിയുന്നു. നീണ്ട 24 വർഷത്തെ ദാമ്പത്യം വഴിപിരിയുകയാണെന്ന് ലിസി പ്രിയദർശൻ തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. വിവാഹമോചനത്തിനുള്ള ഹർജി താൻ ചെന്നൈയിലെ ഫാമിലി കോർട്ടിൽ സമർപ്പിച്ചതായും ലിസി പ്രിയദർശൻ മാധ്യമങ്ങൾക്കയച്ച ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കി. പിരിയുന്നത് ഏറെ ദുഃഖത്തോടെയാണെന്നും താനും പ്രിയദർശനുമായി സംയുക്തമായി എടുത്ത തീരുമാനമാണിതെന്നും ബന്ധുക്കളുടെയും മക്കളുടെയും അനുവാദം ഈ തീരുമാനത്തിനുണ്ടെന്നും ലിസി വ്യക്തമാക്കി. 1980കളിലെ ആദ്യ പകുതിക്ക് ശേഷം മലയാള സിനിമയിൽ ഉദിച്ചുയർന്ന 2 താരോദയങ്ങളാണ് ലിസിയും പ്രിയദർശനും. ഏറെ നാളുകൾ നീണ്ടുനിന്ന പ്രണയത്തിനു ശേഷമാണ് പ്രിയനും ലിസിയും വിവാഹിതരാവുന്നത്. പ്രിയനെ വിവാഹം ചെയ്തതിനു ശേഷം മതം മാറിയ ലിസി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ചു. വിവാഹത്തിന് ശേഷം ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതായി ഏറെക്കാലമായി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നുവെങ്കിലും അതൊക്കെ സൗന്ദര്യ പിണക്കങ്ങൾ മാത്രമായിരുന്നു എന്നാണ് ഇരുവരും ഇതുവരെ പറഞ്ഞിരുന്നത്. വേർപിരിയുന്നു എന്ന് പറഞ്ഞുവെങ്കിലും വേർപിരിയലിന് ഇടയാക്കിയ കാരണമെന്തെന്ന് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.